ഇതുവരെയുള്ള സീസണിലെ എപ്പിസോഡുകൾ കണ്ടോ, ലൈവ് കാണുന്നുണ്ടോ? ഞാൻ ലൈവ് കാണുന്നുണ്ട്, എപ്പിസോഡും കാണുന്നുണ്ട്. ഒബ്വിയസ്ലി ഞാൻ ബിഗ് ബോസിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നല്ലോ, അപ്പം അപ്കമിങ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ അനലൈസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇതുവരെ സീസൺ 7? സോഫാർ എന്താന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ബട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം എങ്ങനെ പോകും. ഇതുവരെയുള്ള ആരുടെ ഗെയിമാണ് കുറച്ചും കൂടെ ഒരു കുറച്ച് വെറുപ്പിക്കലാണെങ്കിൽ പോലും എനിക്ക് അനീഷിന്റെ ഗെയിം ഇഷ്ടം. I'm not telling he is not irritating, but irritating ആണ്. ബട്ട് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. ആളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുന്നുള്ളൂ. പിന്നെ ഈ മലയാളം അറിയാത്ത ഒരാൾ മലയാളം പറയുമ്പോഴുള്ളൊരു രസവും ഫണ്ണും ആൻഡ് അതുകൊണ്ട് ഗിസേലോ കണ്ടിരിക്കാൻ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയി തോന്നുന്നത്. അങ്ങനെ ഈ നെവിന്റെ ഗെയിമിനെ പറ്റിട്ട് എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്ക് ആളുടെ ഗെയിമില് കുറച്ച് ജാൻമണി ചേച്ചി, കുറച്ച് റിയാസ്, കുറച്ച് എല്ലാ കണ്ടസ്റ്റന്റ്സിനെയും കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അപ്ലൈ ചെയ്ത മാതിരി തോന്നുന്നുണ്ട്. ബട്ട് വാവ് ആയിട്ട് തോന്നില്ല. എന്നാലും ക്രൂക്കഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ക്രൂക്കഡ് ആയിട്ട് തോന്നില്ല, ഒരു ഇന്നോസെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ ലൈവില് കാണുന്നതും എപ്പിസോഡിൽ കാണുന്നതും അല്ലാതെ നമ്മൾ നേരിട്ട് അവിടെ എങ്ങനെയായിരിക്കും, എങ്ങനെയൊക്കെ പോർട്രേ ആവും എന്നുള്ളൊരു ഇത് നമുക്ക് അറിയാലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം ടോട്ടലി ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുന്നില്ല. ഇതൊരു ഗെയിമാണ്, ആര് ഗെയിം കളിക്കുന്നുണ്ട് അത് മാത്രമേ നോക്കുന്നുള്ളൂ. ഈ സീസണിലാണെങ്കിൽ നോറ 2 എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ പറയുന്നുണ്ട്. നോറ കണ്ടായിരുന്നു അത്? കാരണം ഒരുപാട് വീഡിയോസിന്റെ കോമെന്റ്സിലൊക്കെ ആണെങ്കിലും ഇത് നോറ തന്നെ, ഇത് നോറ 2.0 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോമെന്റ്സ് കണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് ഞാൻ പറയണേ. എപ്പോഴും നോറയെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ബട്ട് ആ കണ്ടസ്റ്റന്റ് കോഴിക്കോട് നിന്നാണ്. അപ്പം മേ ബി ഞങ്ങളുടെ വേ ഓഫ് ടോക്ക് സ്ലാങ് സിമിലർ ആയിരിക്കും, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അനീഷാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്റർടൈനിങ് ആയി തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടതെന്നല്ല, എന്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വന്നപ്പോ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എഴുത്തുകാരനാണ്, സ്ത്രീ വിരുദ്ധനാണ്, അതുകൊണ്ട് അയാളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് നമ്മള്. പക്ഷെ അതിൽ നിന്നൊക്കെ വിരുദ്ധമായിട്ട് പുള്ളി ഈ ഹൗസ് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്ന പോലെ നടക്കുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അവിടെ ബാക്കിയുള്ള അത്രയും കണ്ടസ്റ്റൻസിനെ അയാൾക്ക് പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് അയാൾ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും അയാൾ കളിക്കുന്ന ഇൻഡിവിജ്വൽ ഗെയിമിനെ ഞാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ഈവൻ ഇഫ് ഒരാൾ വന്ന് ഗ്രീറ്റ് ചെയ്യുമ്പോൾ അയാൾ തിരിച്ച് മറുപടി പറയുന്നില്ല, അതിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അയാൾ ചെയ്യുന്നത് ശരിയാണ്. ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന വേറെ, നമ്മള് അത് ദാറ്റ് ഡസന്റ് മീൻസ് നമ്മൾ ബാക്കി ആരോടും സംസാരിക്കരുതെന്ന്. അയാള് എല്ലാം സംസാരിക്കുന്നില്ല, ഒരാളോട് ഇപ്പൊ ഒരു മറുപടി പറയുന്നില്ല, ഇതെല്ലാം ശരിയാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സോഫാർ ബാക്കിയുള്ളവരെ പ്രൊവോക്ക് ചെയ്തിട്ട് ഇപ്പം എന്താ പറയാ, ഒന്നല്ലെങ്കിൽ ഒന്ന് ആലോചിക്കും, ഫസ്റ്റ് ക്യാപ്റ്റൻ അയാൾ ആയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ സ്മാർട്ട് വർക്ക് ആണ്. അവിടെ അത് സ്മാർട്ട് വർക്ക് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ലക്ക് ഫാക്ടർ ആയിരുന്നല്ലേ? ലക്ക് ഫാക്ടർ ആയിരുന്നല്ലേ അത് കംപ്ലീറ്റ്ലി? അല്ലല്ല, ലക്കല്ല. കാരണം എന്താ വെച്ചാല് 7ന്റെ പണിയാണ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല എന്നുള്ള എല്ലാ ഹിന്റുകളും ബിഗ് ബോസ് കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റന്റും ആലോചിക്കണ്ടേ ഇതിലെന്തോ 7ന്റെ പണി ഉണ്ട് എന്ന്. അത് ആലോചിക്കാതെ ആരെ മിസ്റ്റേക്ക് ആണ്? ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ അല്ലേ? അതും ഒരു പരിധിവരെ ശരിയായിരിക്കാം. പക്ഷെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ആളുകളെ ലീഡ് ചെയ്യേണ്ട ഒരു വിധം ഉണ്ടല്ലോ. ഒരു അൾട്ടിമേറ്റ്ലി ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഒരു മെന്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡോമിനേറ്റിംഗ് കപ്പാസിറ്റി അയാൾക്ക് ഉണ്ടാവണമല്ലോ നാച്ചുറലി. അതെനിക്കുള്ളതുപോലെ തോന്നിയല്ലേ. അതാണ് എനിക്ക് തോന്നുന്നു അപ്പാനിച്ചടുത്ത് ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ ബൈ ഡിഫോൾട്ട് ഇപ്പൊ ക്യാപ്റ്റൻ എന്ന് വിചാരിച്ചിട്ടാ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അനീഷിന് അങ്ങനെ ഒരു ക്യാപ്റ്റൻ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ ക്യാപ്റ്റൻ ക്വാളിറ്റി ഉണ്ടെന്ന് ഞാനും പറഞ്ഞിട്ടില്ല. കാരണം ബേബിയിൽ വന്നിട്ട് എല്ലാരും ഭരിക്കുക എന്നൊരു സംഭവം അല്ലല്ലോ ബേബി. എൻഡ് ഓഫ് ദി ഡേ അങ്ങനെ ഗെയിം കളിക്കുന്നു, ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്നു, ഓരോ ആളുകളുടെ സ്വഭാവം എന്താന്ന് പുറത്തേക്ക് കാണിക്കാൻ നോക്കുന്നു. അത് കാണിച്ചിട്ട് ജനങ്ങൾ തീരുമാനിക്കണം ആർക്ക് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണ്ടെന്നില്ല. അല്ലാതെ ഞാൻ ക്യാപ്റ്റൻസി ചെയ്ത് നിങ്ങൾ അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും ഒരു റോബോട്ടിക് പോലെ പോകുന്നതിൽ കാര്യമില്ല. അത് ബിഗ് ബോസ് ആണ്. അവിടെ ആര് സംസാരിക്കുന്നുണ്ടോ, ആര് നിലപാടുകൾ ശബ്ദം ഉയർത്തുന്നുണ്ടോ, ദാറ്റ് വർക്ക്സ്. ഇപ്പം ജിസൈൽ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. ജിസൈൽ ആസ് എ ഗെയിമർ നല്ല ഗെയിം കളിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല് അവർക്ക് ഗെയിം കളിക്കാൻ അവിടെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കൊരു എന്തെങ്കിലും പിക്ക് ചെയ്യാൻ, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ജിസൈലിന്റെ കാര്യം ചോദിച്ചു. ബട്ട് സ്റ്റിൽ ഞാൻ വേറൊരു കണ്ടസ്റ്റന്റിന്റെ കാര്യം പറയാം, രേണു സുധി. ഓക്കെ, രേണു സുധിക്ക് അവിടെ ഗെയിം കളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവരെ പറ്റി ഇപ്പൊ ഒരാള് ഒരു അലിഗേഷൻസ് ഇങ്ങനെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അത് അവർക്ക് ബാക്കി അങ്ങോട്ട് ഗെയിം കളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക ചെയ്തത്. അതുപോലെ ഗിസേലിന് അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഷാനവാസ് ആണെങ്കിലും ഡ്രസ്സിങ്ങിനെ പറ്റി കമന്റ് ചെയ്തത് ഫേസ് ടു ഫേസ് അല്ല, എവിടെ പോയിട്ടാ? കൺഫെഷൻ റൂം. ഈവൻ ഫേസ് ടു ഫേസ് പറയുന്ന കൺഫെഷൻ റൂമിലുള്ള പോലെ എന്താ പറയാ, ഒരു
ഫൈറ്റിന് വേണ്ട രീതിയിലല്ല, ഇപ്പൊ കാഷ്വലി നിന്റെ ഡ്രസ്സിംഗ് കൺവിൻസ് ചെയ്യുന്നത് പോലെ സംസാരിക്കുന്നത്. ശരി. കൺവിൻസിങ് പോലെ അല്ലാതെ ഒരു ഗെയിം കളിക്കണം എന്നുള്ള രീതിയിൽ ഷാനവാസ് കളിച്ച മാതിരി എനിക്ക് തോന്നിയിട്ടില്ല. ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ പ്രൊവോക്ക് ചെയ്യണം, പ്രൊവോക്ക് അല്ല ചെയ്ത നിന്റെ ഈ ഡ്രസ്സിംഗ് ഇത് പോരാ ഇങ്ങനെ പോരാ, ഒരു ഇറ്റ്സ് ലൈക്ക് എ കാഷ്വൽ കോൺവെർസേഷൻ. അത് അവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ ഗിസേലിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊടുക്കുകയാണെങ്കിൽ ഗിസേൽ നന്നായി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഒരു സിറ്റുവേഷൻ കിട്ടിയാല്. ഈ രേണുസുതി അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? നന്നായിട്ട് ഉപയോഗിക്കുന്നില്ലേ? എനിക്കത് ഒട്ടും ഉപയോഗിക്കുന്ന കാരണം ഉദാഹരണത്തിന് അവിടെ വെച്ച് അവരുടെ ആദ്യത്തെ നിക് നെയിം അവർക്ക് അങ്ങനെ സെപ്റ്റിക് ടാങ്ക് ഇടുന്ന സമയത്ത് അവർ അവിടെ വെച്ചിട്ടല്ലേ ഏറ്റവും അധികം പ്രതികരിക്കേണ്ടത്. ഇപ്പൊ പ്രതികരണം ഇപ്പൊ ഏത് വിധത്തിലാണെങ്കിൽ പോലും അവിടെ ഒന്നും പ്രതികരിക്കാതെ അവസാനം ബെഡ് സ്പേസിൽ പോയിട്ടിരുന്നിട്ടാണ് ഞാൻ ഒരുപാട് തകർന്നു പോയി, ഞാൻ ഇല്ലാതായി പോയി, ഞാൻ ഒരിക്കലും കരയില്ല എന്ന് വിചാരിച്ചിരുന്നു. ശരിക്കും അവര് കരയാതിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അവർക്ക് നേട്ടം ഉണ്ടാവുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവര് കരഞ്ഞോ ചിരിച്ചോ എന്നുള്ളതല്ലല്ലോ പ്രധാനം. അവര് അങ്ങനെ ഒരു പേരിന് അത്രയും നന്നായി റിയാക്ട് ചെയ്യേണ്ട അത് അവര് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചോ? എനിക്ക് തോന്നുന്നത് അവര് വേണ്ട വിധത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. ബിക്കോസ് ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ ശേഷം ഓക്കെ അവരേത് രീതിയിലാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. ബെഡിന്റെ അവിടെ പോയിട്ട് അവർ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ അവരൊരു സ്ക്രീൻ സ്പേസ് ഇൻക്രീസ് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അവർ തന്നെ പറയുന്ന കുറെ കാര്യങ്ങൾ, ഇന്ന വേസ്റ്റ് ബിന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലേനും, ഇത് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലേനും, പക്ഷെ ഇത് വിളിച്ചതാണ് എനിക്ക് പ്രശ്നം. ലൈക്ക് ഈ ടോപ്പിക് അവിടെ ലൈക്ക് വേറെ സ്പേസിലും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ട് അത് സ്ക്രീൻ സ്പേസ് ഇൻക്രീസ് ചെയ്യാന്നുള്ള അതൊരു സ്മാർട്ട് മൂവ് അല്ലേ? പക്ഷേ ഞാൻ ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ്ലി അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഡിസ്കഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അക്ബറിനോട് പറയുന്നുണ്ട് അങ്ങനെ വിളിച്ചത് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അക്ബർ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ സോറി പറയാം, അത്രേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നുമില്ല. ഞാൻ പറയുന്നത് അതിനെ ഒരു വിക്ടിം കാർഡ് ഇറക്കി ഉപയോഗിച്ചിട്ട് പോലും അതൊരു സ്റ്റിർ ഉണ്ടാക്കാൻ അതൊരു ഭയങ്കര മൂവ്മെന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അവരെ സൈഡിൽ നിന്ന് അത് കുറെ ട്രൈ, ഞാനൊരു അമ്മയായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇന്ന ആളുകളെ റെപ്രസെന്റ് ചെയ്ത് ലൈക്ക് അവര് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ സൈഡിൽ നിന്ന് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയാം. ഐ എം നോട്ട് എ ഫാൻ ഓഫ് രേണുസുതി. ഓക്കെ, ഞാൻ അവരുടെ ഫാൻ ഒന്നല്ല, ബട്ട് അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിൽ ഐ ഫെൽറ്റ് ബാഡ് ഫോർ ഹെർ. അതർ ദാൻ ദാറ്റ് അവളെ ഇങ്ങനെ പറഞ്ഞതിൽ അവൾ മിണ്ടാണ്ടിരുന്നിട്ടില്ല. അവള് അത് മൊത്തം ഓരോ സ്പോട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട്. രേണുസുതി പറയുന്നുണ്ട്, പിന്നെ അക്ബറാണ് പറയുന്നത്. കാരണം ഞാനാണെങ്കിൽ വിധവ അങ്ങനത്തെ സ്ത്രീകളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, രേണുസുദീനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അക്ബറാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഉദ്ദേശിക്കുന്ന അവര് അവിടെ അത്രയും പറയുമ്പോ ഒരു മനസ്സറിഞ്ഞ് സോറി പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് തീരെ തോന്നിയിട്ടില്ല. രേണുസുതിയിലേക്ക് വരുന്നതിനേക്കാളൊക്കെ മുമ്പേ ഈ ഇപ്പൊ അവിടെ ഏറ്റവും അധികം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും അധികം നന്നായിട്ട് ഉദ്ദേശിച്ചത് നല്ല സെൻസിലല്ല, പലരും ചതിച്ചുകൊണ്ടൊക്കെ പരാതികളായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് അക്ബറിനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അക്ബർ എന്നുള്ള ഗെയിമറിനെ പറ്റിയിട്ട് എന്താ തോന്നുന്നത്? സത്യം പറഞ്ഞാല് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഹി വാസ് എ വെരി ഗുഡ് സിംഗർ. ആ ഒരു ഇൻട്രൊഡക്ഷനിലാണെങ്കിലും ആള് പാടിയതും എല്ലാം വാവ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടെ ചെന്നിട്ട് ദ വേ ഹി ടോക്ക് ടു അതേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ടും ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ എവറി ടൈം, നോട്ട് ഓൺലി ടു രേണുസുതി, അവിടെ ഉള്ളപ്പോ മെയിൽ കണ്ടസ്റ്റൻസിന്റെ അടുത്തും ഇടയ്ക്കിടയ്ക്ക് ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ സെൽഫിഷ് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, റൂഡ് ആയിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഈവൻ അതിനുശേഷം അനീഷിന്റെ കൂടെ മറ്റേ ഒരു അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല, അതിന് ആ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് ദ വേ ഹി കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനീഷ് ഓൾസോ ഭയങ്കര റൂഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് റൂഡ് ആയിട്ട്. അപ്പൊ എനിക്ക് ടോട്ടലി ആ ഒരു ആളുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് ആളുകളുടെ ഇടയിലേക്ക് എന്താ ആ ഒരു രീതിയിൽ തോന്നിയിട്ടുണ്ട്. അതിൽ ഡിസ്റെസ്പെക്ട്ഫുൾ ആണെന്ന് വിചാരിക്കുന്നില്ല ഞാൻ അനീഷിനെ. അതൊരു പ്ലേഫുൾ ആയിട്ട് തമാശക്ക് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് രണ്ടു വട്ടം ഒരാളങ്ങനെ താഴെ വീഴ്ത്തുന്നത് തമാശയാണോ? അത് ഭയങ്കര ഒരു വളരെ ലാഘവത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമല്ലേ? ലൈവില് കണ്ട സമയത്ത് അല്ല, 2 വട്ടം ഞാൻ ലൈവില് കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അത് 1-2 വട്ടം അവരിങ്ങനെ താഴെ വീഴ്ത്തിടുന്നത് എനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഫൺ, എന്നെ 2 വട്ടം ഇങ്ങനെ താഴെ വീഴ്ത്തിട്ട് എനിക്ക് ഫണ്ണായി തോന്നൂല. കാരണം അത് അക്ബറും ഉണ്ടായിരുന്നു, ഷാനവാസും ഉണ്ടായിരുന്നു. ഇവര് രണ്ടാളും കൂടെ ആ ഒരു സമയത്ത് അവര് സംസാരിച്ച രീതിയും. കാരണം ഇന്നലെ ആണെങ്കിലും ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എപ്പിസോഡിലാണെങ്കിലും അഭിലാഷ് ആണെങ്കിൽ ഷാനവാസിനെ നേരെ നോമിനേഷനിലേക്ക് എവിക്ഷനിലേക്ക് വിട്ടത് ഈ ഒരു റീസൺ പറഞ്ഞിട്ടാണ്. കാരണം അനീഷിന്റെ അടുത്ത് ഭയങ്കര ലൈക്ക് ആ ഒരു ടാസ്ക് ഭയങ്കര അവരൊരു ഫണ്ണായിട്ടുള്ള രീതിക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അഭിലാഷ് ഇപ്പൊ അവർക്ക് നോമിനേഷനിലേക്ക് വിട്ടത്.